എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ലഞ്ച് കോംബോ ആയിട്ട് കുറച്ച് റെസിപ്പികൾ നോക്കാം. അപ്പോൾ നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ കുറച്ച് അടിപൊളി റെസിപ്പികളാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് റെസിപ്പികൾ ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് പറയാം. അതിന് മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ലഞ്ച് കോംബോയിൽ തയ്യാറാക്കിയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൽ നമ്മളൊരു നാൻ വെക്കുന്നുണ്ട്. ഇത് പാനിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു അടിപൊളി ബട്ടർ നാനാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് കൂടാതെ ഇതിൻ്റെ കൂടെ നമ്മൾ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും വെച്ചിട്ടുള്ള ഒരു അടിപൊളി മസാലയും ചെയ്തിട്ടുണ്ട്. ഇതും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും നമ്മൾ മുൻപ് കാണിക്കാത്ത റെസിപ്പികളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൂടി ഇടുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ട് ഞാൻ കാണിക്കാത്ത റെസിപ്പികൾ മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള റൈസ് നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ദാലാണ് തയ്യാറാക്കുന്നത്, ചെറുപയർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 1/4 കപ്പ് ചെറുപയർ നന്നായിട്ട് കഴുകിയിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 2 പച്ചമുളകും 2 വലിയ ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി കുറച്ച് വലുതാണെങ്കിൽ കുറച്ച് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവാളയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇട്ട് വേവിക്കുമ്പോൾ ഈ ഒരു ദാലിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഞാനിവിടെ 2-3 ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചെറുപയർ കുതിർത്തൊന്നും വെക്കണ്ട, നമുക്കിങ്ങനെ തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 3 തൊട്ട് 4 വിസിൽ വരെ നിങ്ങൾക്ക് ഈ ഒരു ചെറുപയർ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഒരു 1/4 കപ്പ് ചെറുപയറിന് ഞാൻ 2-2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 കപ്പ് വരെ മതി. അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. വളരെ സിമ്പിളാണ്, ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. കടുകിന് പകരം ജീരകമാണ് നമ്മൾ ഈ ഒരു ദാലിൽ എടുക്കുന്നത്. ഇതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് വറ്റൽ മുളകോ കറിവേപ്പിലോ ചേർത്ത് കൊടുക്കാം. പക്ഷേ കറിവേപ്പില ചേർക്കുമ്പോൾ ആ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊന്ന് മാറിപ്പോവും. അതുകൊണ്ട് കറിവേപ്പില ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇത് നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, പക്ഷേ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ ഒന്നുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ നമ്മൾ ഈ ഒരു ദാലിൽ കുറച്ച് മുളക് പൊടി ചേർക്കും. കാശ്മീരി മുളക് പൊടിയാണ്. അത് 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട്. ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി നല്ല പഴുത്ത തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ തീയൊക്കെ കുറച്ചിട്ടിട്ട് ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് അടച്ചു വെക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഇത് വഴണ്ടി കിട്ടും. അപ്പോൾ ഈ ഒരു ദാല് ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദാലാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഒഴിച്ചു കൊടുക്കാം. ചെറുപയർ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് വേവണം, അപ്പോഴാണ് ഈ ഒരു ദാലിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ആ ഒരു മസാലയിലേക്ക് കിടന്ന് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം വേണം തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ദാല് കുറച്ച് ഇരിക്കും തോറും ഇത് കട്ടിയായിട്ട് വരും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ദാലായതുകൊണ്ട് നമുക്കിതിലേക്ക് നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു സ്പെഷ്യലായിട്ടുള്ള ടേസ്റ്റ് ഈ ഒരു ദാലിന് കിട്ടും. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി ഇതുപോലെ കൈകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇതിലേക്ക് കൂടുതൽ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസാനം ഒരു ക്യൂബ് ബട്ടറും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും. ഇനി ഒന്നുകൂടെ റിച്ച് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും അവസാനം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ദാൽ ഗീ റൈസിനും അതുപോലെ തന്നെ ചപ്പാത്തി നാനും ഒക്കെ കഴിക്കാനായിട്ട് നല്ലൊരു അടിപൊളി കറിയാണ്. അപ്പോൾ നമ്മുടെ ദാൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു രീതിയിൽ ചപ്പാത്തിക്കും ഒക്കെ അടിപൊളിയാണ്. വളരെ സിമ്പിളാണ്, തേങ്ങയൊന്നും വേണ്ട, ഈസിയാണ് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ദാൽ കൂടാതെ ഇനിയൊരു അടിപൊളി ചിക്കൻ ടിക്ക മസാലയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ നാനിൻ്റെ കൂടെ ചിക്കൻ ടിക്ക മസാല നല്ല കോമ്പിനേഷനാണ്. അതുപോലെ ബട്ടർ ചിക്കൻ നല്ല കോമ്പിനേഷനാണ്. ബട്ടർ ചിക്കൻ ഇതിന് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചന മസാല നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കാശ്മീരി മുളക് പൊടി. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല, വീട്ടിൽ തന്നെ പൊടിച്ചു വെച്ചിട്ടുള്ള ഗരം മസാലയാണ്. ഇനി ഗരം മസാല ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ കുറച്ച് ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം വറുത്ത് പൊടിച്ചിട്ടുള്ള പൊടിയാണ്. ഇനി ഇത് കൂടാതെ നമ്മൾ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി, 1 ടീസ്പൂൺ വരെ കസൂരി മേത്തി ഇതിലേക്ക് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കസൂരി മേത്തി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഇനി നമ്മൾ ഈ ഒരു മസാല ഒന്ന് മിക്സാക്കി എടുക്കുന്നത് തൈരിലാണ്. നല്ല കട്ട തൈര് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ലൂസായിട്ടുള്ളതാണെങ്കിലും മതി. തൈര് ചേർത്ത് ഇത് കുഴയ്ക്കുമ്പോൾ എക്സ്ട്രാ ആയിട്ട് നമ്മളിനി വെള്ളം ചേർത്ത് കുഴയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ നല്ലൊരു പേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് നോക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചിക്കൻ നന്നായിട്ട് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ചിക്കൻ കഷ്ണങ്ങൾ കൂടാതെ നമ്മൾ ഈ ഒരു ചിക്കൻ ടിക്ക തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം, അതുപോലെ തന്നെ സവാള സ്ക്വയറായിട്ട് അരിഞ്ഞത് ഈ ഒരു മസാലയിൽ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഞാനതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മൾ ഈ ചിക്കൻ ടിക്ക ആക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കിങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാപ്സിക്കവും സവാളയും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ നല്ലതായിട്ട് ഇതിൽ മസാലയൊക്കെ പിടിക്കും. ഇനി ഇതുപോലെ സ്ക്യൂവർ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കിത് കുത്തി വെക്കാം. സ്റ്റിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഫ്രൈ പാനിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താലും മതിയാകും. അപ്പോൾ ഞാൻ ഈ ഒരു സ്ക്യൂവർ സ്റ്റിക്ക് നമുക്ക് ഓവനിലും ഗ്രില്ല് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാനിലും തിരിച്ചു മറിച്ചു വിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. അപ്പോൾ ഇത് ഇടവിട്ട് ചിക്കൻ്റെ കഷ്ണങ്ങളും ഉള്ളി, ക്യാപ്സിക്കം ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റാണ് ബോൺലെസ് എടുക്കുന്നതിനെക്കാട്ടിലും. അതാണ് ഞാൻ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുത്തത്. ഇപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ 200 ഡിഗ്രിയിൽ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 200 ഡിഗ്രിയിലാണെങ്കിൽ നമുക്കിതൊരു 10-15 മിനിറ്റ് മതിയാകും ഇത് ബേക്കായി കിട്ടാനായിട്ട്. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. 15 അല്ലെങ്കിൽ 20 മിനിറ്റ്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റിയാണ്. അതുപോലെ നമ്മളിത് ഗ്രില്ല് ചെയ്തും എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പാനിൽ വെച്ചിട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ താഴെയായിട്ടൊരു ട്രേയോ പാനോ വെക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന ഓയിലൊക്കെ അതിൽ കിടക്കും. ആ ഓയിൽ നമുക്ക് കറിയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഓയിൽ വീഴാനായിട്ട് ഇതുപോലൊരു ട്രേ വെക്കുന്നത് നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഓവൻ്റെ ഉള്ളിൽ വീണ് കരിഞ്ഞ് പുക വന്ന്
അപ്പം ഞാനതൊരു ഗ്രില്ല് റാക്കിലേക്ക് വെച്ച് കൊടുത്തിട്ട് താഴെ ഒരു ട്രേയും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രീ ഹീറ്റായി കിടക്കുന്ന ഓവനിലേക്ക് നമ്മൾ ഈ ഒരു സ്ക്യൂവർ സ്റ്റിക്ക് വെച്ച് കൊടുക്കുകയാണ്. ഓരോ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് നമ്മുടെ സമയം വേരി ചെയ്യും. അപ്പോൾ അത് നിങ്ങളുടെ ഓവൻ അനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എനിക്കിവിടെ 15 മുതൽ 20 മിനിറ്റ് വരെയാണ് ഈ ഒരു ചിക്കൻ ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അടിയിൽ ട്രേ വെച്ച് കൊടുക്കാൻ മറക്കരുത്. ഞാനൊരു ബട്ടർ പേപ്പർ ഇട്ടിട്ടാണ് ഈ ഒരു ട്രേ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് ബേക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉള്ളിയും തക്കാളിയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ തീ കുറച്ച് കൂട്ടിയിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. വറുത്തെടുക്കുക മീൻസ് ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള സവാളയും അതുപോലെ തന്നെ ഒരു വലിയ തക്കാളിയും എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളി ആണെങ്കിൽ 2 തക്കാളി വേണ്ടി വരും. അപ്പോൾ ഇതിങ്ങനെ സ്ക്വയർ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് രണ്ടും വഴറ്റിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് അരച്ചിട്ടാണ് ഈ ഒരു കറിയുടെ ഗ്രേവി ആക്കുന്നത്. അപ്പോൾ ഇത് തീ കുറച്ച് കൂട്ടിയിട്ടിട്ട് നമ്മളിത് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഇത് നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഉള്ളിയും തക്കാളിയും കൂടി നന്നായിട്ട് ഇതുപോലെ ഫ്രൈ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലിട്ട് വെള്ളം തൊടാതെ നല്ല പേസ്റ്റ് പോലെ ഇതുപോലെ അരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇനി ബാക്കി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കൻ ടിക്ക മസാല ബട്ടറിലാണ് തയ്യാറാക്കുന്നത്. ബട്ടറോ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഗീയും എടുക്കാവുന്നതാണ്. ബട്ടർ ഇവിടെ ഒരു വലിയൊരു ക്യൂബാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എണ്ണ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ബട്ടർ ഒന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. മുഴുവനുള്ള മസാലകളാണ്. അപ്പോൾ അതിന് ആദ്യമായിട്ട് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. അപ്പോൾ എല്ലാ നോർത്ത് ഇന്ത്യൻ കറികളിലും മെയിനായിട്ടുള്ളതാണ് ചെറിയ ജീരകം. അതുപോലെ തന്നെ 2 ഏലക്ക ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കുക. അതുപോലെ ഒരു ചെറിയൊരു പട്ട, അതുപോലെ 2 ഗ്രാമ്പു, പിന്നെ ഒരു ചെറിയ ബേ ലീഫ്, ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉള്ളിയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് എക്സ്ട്രാ ആയിട്ട് സവാള ഒന്നും ചേർത്ത് കൊടുക്കേണ്ട. നമ്മൾ സവാള ഓൾറെഡി വഴറ്റി അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് പൊടികളും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ പൊടികളും ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു കളറിനും എരിവിനും വേണ്ടിയിട്ടുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. ഞാനിവിടെ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പച്ചമണം മാറ്റിയെടുക്കുക. ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് നമ്മളിതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കുമ്പോഴാണ്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മസാലയും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നന്നായിട്ട് ഈ മസാല ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ ഒരു സ്ക്യൂവർ സ്റ്റിക്കിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചിക്കനെല്ലാം നന്നായിട്ട് കുക്കായി നല്ലതായിട്ട് ഗ്രില്ലായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഓൾറെഡി ഇത് പച്ചമണമൊക്കെ മാറിയതാണ്. അതുകൊണ്ട് ഒരുപാട് സമയം ഇത് വേണ്ടി വന്നില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എണ്ണ ഇതുപോലെ ഇങ്ങനെ വിട്ട് വരണം പാനിൽ നിന്ന്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഗ്രേവിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടും ഈ ഒരു
ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ ഗ്രേവിയിലിട്ട് ഈ ഒരു ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ തിക്നെസ് അനുസരിച്ചിട്ട് ഈ ഗ്രേവി അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഗ്രേവി നമുക്ക് തിക്നെസ് നോക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും മസാലയൊക്കെ ഉണ്ടോ നോക്കുക. അതിനുശേഷം അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇതിൽ ചെറുതായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട്. ഈ ഒരു മസാലയിലേക്ക് ഇനി നമ്മൾ ഇത് ചെറുതായിട്ട് തിള വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാനിലുള്ള എക്സ്ട്രാ ആയിട്ടുള്ള ഓയിലും ഈ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഇറങ്ങിയതാണ്. അപ്പോൾ അത് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റാണ്, അത് കളയരുത്. അപ്പോൾ ഇതൊക്കെ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന ഓയിലാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ല മണമാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ ഇതിൽ മുകളിൽ കുറച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കറിക്ക് എക്സ്ട്രാ ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് കസൂരി മെത്തി ഒന്ന് ഇട്ട് കൊടുക്കാം. കസൂരി മെത്തി എന്ന് പറയുന്നത് ഉലുവയുടെ ഇല ഉണങ്ങി പൊടിച്ചതാണ്. അപ്പോൾ അതെല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുമ്പോഴാണ് ആ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടുക. ഇനി ഈ ഒരു സമയത്ത് കുറച്ച് ഗരം മസാലയും കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു കറി ഒന്നുകൂടെ റിച്ച് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. ക്രീം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്രീമും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്രീം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം, അതായത് പാൽപ്പാട ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം വാങ്ങിക്കാനായിട്ടിട്ട് അത് ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഹെവി ക്രീം, അതായത് വിപ്പിംഗ് ക്രീം, ഇത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്രീം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അവസാനം കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ട് വാങ്ങാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ ടിക്ക മസാലയാണ്. അതുപോലെ ഈ ഒരു കോംബോയിലെ എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇനിയും ഇതുപോലെ കോംബോ റെസിപ്പീസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്